ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ താള് കൊണ്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് ഇലക്കറികളും താളുകറികളും എല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും. കർക്കിടക മാസത്തിൽ താളുകറി കഴിക്കുന്നതുകൊണ്ട് വേറെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഇതേ താളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ദേ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കട്ട മോരെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ താള് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ഉള്ളി, 2 പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ 2 പച്ചമുളക് താള് വാട്ടണ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് 3 എണ്ണം, കുറച്ച് വേപ്പില, പിന്നെ കടുകാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിൽ ചേർക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ദേ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും കൂടി ഇട്ട് കൊടുക്കണം. ഈ കടുകെല്ലാം പൊട്ടി ഞാൻ അതിലോട്ട് താളിട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഇനി ഇത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ജാറെടുത്ത് അതിലോട്ട് ഉള്ളിയും എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. അധികം വെള്ളം വേണ്ട. ഒരു 3-4-5 ടീസ്പൂൺ വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അടിച്ചെടുക്കും. അതിനുശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് ബാക്ക് സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. കടുക് അധികം അരയണ്ട. അപ്പോൾ താളിപ്പ വാടി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഇത് വഴറ്റി കിട്ടണം. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരവും കൂടെ. ഇതിപ്പോൾ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ആ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ചൂടായതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ മോരൊഴിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഇത്തിരി ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മോര് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ആ 1 ഗ്ലാസ് മോര് മൊത്തം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല പുളിയുള്ള മോരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. മോരും കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അധികം നല്ലപോലെ ഒന്ന് തിളപ്പിക്കണ്ട. മോര് മൊത്തം ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം.
ഇത് ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഇനി ലാസ്റ്റ് ആകുമ്പോഴാണ് ഞാൻ താളിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഞാൻ താളിച്ചൊഴിച്ചിട്ടുണ്ട്. താള് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.